ഇങ്ങനെ മണ്ണിൽ മാന്തി കളിച്ചപ്പോൾ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു കുഞ്ഞൂസ് നന്നായി അവളിപ്പോൾ മണ്ണിലൊന്നും കളിക്കലില്ലാന്ന്. ഈ അവിടെ അത് വെറും തെറ്റിദ്ധാരണയെന്ന് ഇവൾ തെളിയിച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, മൂക്കുകൊണ്ട് മാന്തിയിട്ട് ആ മണ്ണ് അങ്ങോട്ട് മൂക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഞാനത് അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താ പെണ്ണെ ഈ കാണിച്ചത്, ഇങ്ങനെ ആവൂല എന്നൊക്കെ ആളോട് പറയുന്നുണ്ടെങ്കിലും പറ്റിയത് തെറ്റാണെന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. എവിടെയാണ് ഈ മാന്തിയതെന്ന് ചോദിച്ചപ്പോൾ നല്ല കുട്ടിയായിട്ട് ആളാ മാന്തിയ സ്ഥലം കാട്ടിയെന്നു. പക്ഷെ സത്യം പറയാലോ, ആ മണ്ണ് കണ്ടപ്പോൾ ഇതിലെവിടെ മാന്തിയെന്ന് എനിക്ക് മനസ്സിലായില്ല. രണ്ടെണ്ണം കൂടി മൊത്തത്തിൽ അങ്ങോട്ട് മാന്തിയിട്ടിട്ടുണ്ട് കേട്ടോ. എന്താ അപ്പം ചെയ്യുക, ഇടയ്ക്കൊക്കെ മണ്ണിൽ കളിച്ചോട്ടെ, അത് മൂക്കിൽ പോകുമോ എന്നുള്ളൊരു ടെൻഷനാണുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ മേട്ട് കണ്ടില്ല, 2-3 ദിവസം മണ്ണിലിരുന്നിട്ട് ഇപ്പോൾ സ്കിന്നൊന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. ഓൾറെഡി ആൾക്ക് രോമം കൊഴിയുന്നുണ്ട്. ഇപ്പോൾ അവിടെ ആൾ ചൊറിഞ്ഞ് കണ്ടോ, തൊലി കാണുന്ന രീതിയിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ മരുന്ന് തേക്കാനും അവനെ അനുനയിപ്പിക്കാനൊക്കെ ഞാൻ അതൊരു വലിയൊരു ടാസ്ക് ആട്ടോ. പിന്നെ നേരെ ഞാൻ അങ്ങോട്ട് ചെടി നനയ്ക്കാനുള്ള പരിപാടിയായി. ചെടി നനയ്ക്കുമ്പോൾ ഇവർക്ക് എന്തോ രസം നോക്കി നിൽക്കുന്നുണ്ട്. ഇവരെ കുളിപ്പിക്കുമോ എന്നുള്ളൊരു വേജാറ് ഇവർക്ക് ഉണ്ടെങ്കിൽ പോലും കുളിപ്പിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ രണ്ടെണ്ണം കൂടി പുറത്തിറങ്ങാനുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങരുത്, അവിടെ തന്നെ നിന്നു എന്ന് പറഞ്ഞപ്പോൾ രണ്ടും അവിടെ നിന്നു. ഇടയ്ക്ക് എൻ്റെ സൗണ്ട് ഉയർന്ന സമയത്താട്ടോ കുഞ്ഞൂസ് ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുന്ന ശീലം ഉണ്ടാവുക. എന്നാലും എൻ്റെ കണ്ണെന്ന് തെറ്റിക്കഴിഞ്ഞാൽ ആളങ്ങോട്ട് മാറും കേട്ടോ. പുറത്ത് ഫുട്ബോൾ തുടങ്ങിയതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് നമ്മൾ ആക്റ്റീവായിട്ടുള്ള മേട്ടൂരെ തന്നെയായിരുന്നു കേട്ടോ. പതിയെ അതങ്ങോട്ട് റെഡി ആയിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ ഈ അടിപിടിയും. ആ സമയത്ത് ഞാൻ ചീത്ത പറയുമെങ്കിലും ഇത് ഇടയ്ക്ക് കണ്ടിരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനത് ആസ്വദിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ വീണ്ടും മണ്ണങ്ങോട്ട് മാന്താൻ വേണ്ടി പോയിട്ടുണ്ട്. ഇങ്ങോട്ട് 2 എണ്ണം വേഗം വന്നോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മേട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞൂസ് കുറച്ച് സമയം എടുത്തോ തിരിച്ച് വരാനേ. ഞാൻ വിളിച്ചപ്പോൾ എന്നെ കൂട്ടിക്കയറ്റുമോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറത്താട്ടോ മേട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. തൽക്കാലത്തിന് അവരെ കൂട്ടിക്കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. വീണ്ടും അവരുടെ അടിപിടി കൂടുന്നു എന്ന് തോന്നുമെങ്കിൽ ഒന്നും നോക്കില്ല, വെള്ളം ഇങ്ങോട്ട് വീശിയതും നേരെ ഇങ്ങോട്ട് സിറ്റൗട്ടിക്ക് രണ്ടും പോയിട്ടോ. അത്രയുള്ളവർ.